ഇന്ന് വെക്കാൻ പോകുന്ന കറി ഉണക്കമീൻ, ഒരു ഏത്തക്ക, തക്കാളി മിക്സ് ആയിട്ടുള്ള ഒരു തേങ്ങ അരച്ച കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, തക്കാളി 2 എണ്ണം ചെറുതായിട്ടുള്ളത് അരിഞ്ഞത് നീളത്തിൽ, കനം കുറഞ്ഞ സവോള 2 എണ്ണം അരിഞ്ഞത്, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു നേന്ത്രക്കായ ഉണക്കമീൻ നന്നാക്കി വെച്ചിരിക്കുന്നത്. നമുക്കിന്ന് കറി വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞു വെച്ചിരുന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നതാണ്. സവോള, കറിവേപ്പില, പച്ചമുളക് ഇത്രയും സാധനം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ. ഈ ഉള്ളി വഴന്ന് വരാൻ മാത്രം ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർക്കാം. കാരണം ഉണക്കമീനായതുകൊണ്ട് ഉപ്പുണ്ടാവുമല്ലോ. ഒരുപാട് വഴന്ന് വരണ്ട, കുറച്ചൊന്ന് വഴന്നാൽ മതി. അതോടൊപ്പം തന്നെ ഏത്തക്കായ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഇപ്പോൾ നമ്മൾ ആവശ്യമായ മുളക് പൊടി, നല്ല മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്, മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് ഉലുവാപ്പൊടി, ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റി. ഈ സമയത്ത് നമുക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. നേരത്തെ പറയാൻ വിട്ടുപോയി, ഒരു ചെറിയ കഷ്ണം കുടംപുളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനായതുകൊണ്ട് പുളി ഇല്ലെങ്കിൽ പ്രയാസമുണ്ട്. എല്ലാം നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ തേങ്ങ അരച്ചത് അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് തേങ്ങ അരച്ചതിൻ്റെ ഇച്ചിരി വെള്ളം, ഒരു ശകലം തേങ്ങയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി ആ വെള്ളത്തിൽ കിടന്ന് കറി ഒന്ന് വേവട്ടെ. അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ കറി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് താളിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഇളക്കണ്ട, കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. നമ്മുടെ വീട്ടിൽ 2 ഉണക്കമീനോ ഒരു കായോ തക്കാളിയോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല രുചിയാണേ.